Wow, that was nice. അതിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വർക്കിംഗ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. അപ്പം ഇന്ന് നമ്മൾ ഒരു സാധനം ഓർഡർ ആക്കിയാണ്. ഒരു സാധനം ഒന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പൊക്കെ അല്ല. അപ്പം ഫുഡ് അല്ല, നോമ്പ് ഓർക്കാനും വേണ്ടിയിട്ടൊക്കെ ആ ഒരു ലെവലിൽ ചിന്തിച്ച് ഞാൻ വാങ്ങിയൊരു സാധനമാണ്. ഒരു പോർട്ടബിൾ പോർട്ടബിൾ മിക്സർ. അതായത് ഇതാണ് മുതൽ. വില പറഞ്ഞാൽ 560 റുപ്യാണ് വില വരുന്നത്. അപ്പം ഫുഡൊക്കെ നോമ്പൊക്കെ ഓർക്കാണ്ട് ജ്യൂസൊക്കെ പുറത്ത് കടയിൽ നിന്ന് പോയി വാങ്ങണം. ഭയങ്കര നല്ല ജ്യൂസിനൊക്കെ പറഞ്ഞാൽ ഇവിടെ പൊലമ്പല തോന്നിയൊരു ബുദ്ധിയാണ്. ഇതാകുമ്പോൾ കൊണ്ടു നടക്കാം. നമുക്ക് പെരയിൽ നിന്നിട്ടോ റൂമിൽ നിന്നിട്ടോ മിക്സ് ചെയ്യുമ്പോൾ മറ്റേ ജാറും ഇതൊക്കെ അതിന്മേൽ കയറ്റി വെച്ച് എടുത്തുവെച്ച് ആക്കി കുറേ പണിയല്ലേ. ജാറെടുത്ത് മറ്റെടുത്ത് 3-4 ജാറുണ്ടാവും. ഓരോരോ ജാറ് മാറ്റി ആക്കി അത് കഴുകി വാഷ് ചെയ്ത് അയക്ക് എടുത്തിട്ട് ചെത്തി പൊളിച്ച് കറണ്ടിന് കുത്തിയൊക്കെ ആക്കി വരുമ്പോഴത്തിന് കുറേ ടൈം എടുക്കും, നമുക്ക് മടുക്കും ചെയ്യും. പിന്നെ കുറേ പണിയാണ്. അപ്പോൾ ആ പരിപാടി മാണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരു പണിയാണ്. ഇതാകുമ്പോൾ എവിടേക്കും പോയി നമുക്ക് നടക്കുമ്പോൾ വരെ ജ്യൂസ് അടിക്കുക. ഇതാകുമ്പോൾ കറണ്ടിന് കുത്തിക്കാണ്ട് ചെയ്യുക, വർക്കാക്കുക. അതേപോലെ എന്താ പറയുക, പവർ ബാങ്ക് കുത്തിക്കാണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ കറണ്ട് ഇല്ലാതെ ബാറ്ററിക്കും വർക്ക് യൂസാണ്. കറണ്ട് ഇല്ലാതെ തന്നെ എവിടെയും കുത്താതെ. ഇപ്പം നമ്മളിപ്പോൾ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ എവിടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ സാധനം എടുത്തുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. യാത്ര പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിയാണ്ട് ഇതിലിട്ടുകൊണ്ട് ജ്യൂസ് അടിച്ചാണ്ട് കുടിക്കുക. അപ്പോൾ അതിൽ തന്നെ ജാറുണ്ട്, ജാറിൽ തന്നെ കുടിക്കും ചെയ്യും. അപ്പോൾ ആ സാധനമാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ നോമ്പുമാണ്, ഞങ്ങൾ പുറത്തുനിന്ന് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് വാങ്ങലാണ്. ജ്യൂസിന് ഭയങ്കര പൊലമ്പലയും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ ജ്യൂസ് പുറത്തുനിന്ന് വാങ്ങുന്നില്ല. ഫ്രൂട്ട്സ് വാങ്ങിയാണ്ട് വാഷ് ചെയ്തിട്ട് ഇതിലിട്ടാണ്ട് മിക്സ് ആക്കിയാണ്ട് അരിച്ച് കുടിക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇത് ഓപ്പൺ ആക്കിയാണ്ട് കാണിച്ചു തരാം. ഇത് പല വിലൻ്റെ ഉണ്ട്. 1000 ചില്ലറിനുണ്ട്, 2000 ചില്ലറിനുണ്ട്. ഓരോ ക്വാളിറ്റി ബ്രാൻഡ് അനുസരിച്ചിരിക്കും. പിന്നെ ബ്രാൻഡിൻ്റെ മാതിരി ഉണ്ടാവും. പിന്നെ ഇത് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് ആക്കിയാണ്ട് ജസ്റ്റ് പാടറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്, ലോ ക്വാളിറ്റി. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഉടേച്ചാൽ കൊടുത്തോളാം, നിങ്ങൾ പോയി വാങ്ങിക്കോളി. അപ്പം ഇതെന്ത് അൺബോക്സ് ചെയ്താണ് കാണിച്ചു തരാം. അൺബോക്സ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് നമ്മുടെ സ്വന്തം പ്രിയങ്കരനായ പെൺകുട്ടികളുടെ പുന്നോമന പുത്രനും കുളിരും രോമാഞ്ചവും ആകുന്ന കാലത്ത്, പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളുടെ ഹരവുമായി മാറിയ നമ്മുടെ സ്വന്തം ഹസീബ്. കം ഓൺ, വെൽക്കം. നമ്മുടെ സ്വന്തം ഹസീബിനെ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, അനുമോദിച്ചാലും പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും അനുമോദിച്ചാലും 1000 പൂച്ചെണ്ടുകൾ വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് ഹസീബിനെ, നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഹസീബ് വെഞ്ഞാറമൂടിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഹസീബ് വേദിയിലേക്ക് കടന്നു വരുന്നതാണ് അൺബോക്സിനായി. എങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ റോൾസ് റോയ്സിന്റെ ഗ്രില്ലുമ്പോ തട്ടിയാണ് ഇങ്ങനെ വേണ്ടിയാണ് ഇങ്ങനെ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടിയാണ് ഇങ്ങനെ മിക്സർ അങ്ങനെ പറയും. ആണ്ട് കീറിക്കൂടാ ഹസീബ, എത്താ ഇത് അയിമേൽ ഇങ്ങനെ കിടന്ന് ഇതാക്കാനേ. ഓ, പുറത്തത്തെ ബോക്സിന്റെ വലിപ്പണ്ട് കണ്ടിരിക്കുകയാണെന്നുണ്ടല്ലേ. പുറത്തേക്ക് എടുക്കുക. Wow, that was nice. അതിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ അതൊക്കെ തിരിച്ചൊക്കെ എടുക്കണേ അവിടെ. അത് എന്താ അരിപ്പ? അരിപ്പത്തിനാ ആവശ്യമില്ലാത്ത എടുത്ത് ഊരണേ. അത് ഞാൻ ലീക്ക് എടുക്കട്ടെ, അപ്പോൾ പറഞ്ഞുതരാം. അരിപ്പൊക്കെ ഇതിനാ ഇതിൽ കൂടെ മേൽക്കൂടെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഈ സാധനം മേലത്തെ ഓപ്പൺ ആക്കാൻ പറ്റും. നോക്കട്ടെ, എന്നിട്ട് അതിൽ കൂടെ കുടിക്കലാണ്. ഇതോ ഇതെത്താ അതെനിക്കറിയാം വാസറാണെന്ന്. പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ അങ്ങനെ അപ്പോഴാണ് മനസ്സിലായി. തുറക്കെ പറഞ്ഞു കൊടുക്കട്ടെ, നമ്മളെ ആൾക്കാർക്ക് തുറക്കേ. ഇതിപ്പോഴാണ് മനസ്സിലായത്. ഇതെങ്ങനെ വെച്ചാൽ
ഇതിൽ നമ്മൾ ആപ്പിളും ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇതിലാണ്ട് അടിച്ചു. നമ്മൾ അടിച്ചതിൻ്റെ ശേഷം വരുന്ന അതിൻ്റെ തോലിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാത്രം ഇവിടെ കെട്ടിക്കെടുത്തിക്കാണ്ട് ഇതേ കൂടെ നമ്മൾ ജ്യൂസ് മാത്രം കപ്പൊക്കെ ഒഴിക്കാനുള്ള ഒരു കുതന്ത്രമൊന്നും അറിയില്ലേടാ. ഓ മൈ ഗോഡ്, അപ്പടാക്കി പോയാ മോനെ. അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ നോക്കി, വിരലിട്ട് നോക്കി. ഇതിന്റെ കൂടെ ഒരു ചാർജർ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മട്ടം നോക്കട്ടെ, എപ്പം നക്കി കൊടുക്കുക. അപ്പോൾ അത് മിക്സ് ആയി പോകും. ഇതിൻ്റെ വർക്കാണില്ലടാ. ചത്തു. എനിക്ക് തോന്നുന്നത് സാധനം കുത്തി തിരികെ കയറിയാണ്. അതാണ് ചേർച്ച് ചണ്ടടിച്ചോ അവിടെ. വർക്കിംഗ് ആണ്, പക്ഷേ വലിയ പവറൊന്നും ഇതൊന്നുമില്ല. ഇതാണ് സംഭവം. ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഈ സാധനം അടിഞ്ഞു. ഇനി ഇത് ചാർജ് ഇല്ലാത്തതുകൊണ്ടോ ഇല്ലാന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനത് ക്വാളിറ്റി കുറഞ്ഞ നോക്കി വാങ്ങിയതുകൊണ്ടായിക്കാരം. 500 റുപ്യേനെ വാങ്ങിയതുകൊണ്ടായിക്കാരം. 1000, 1500, 2000 റുപ്യേനെ മുതലൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് വാട്സും പവറും ഇതിൻ്റെ പവറൊക്കെ കൂടുതലായിക്കാരം. പക്ഷേ ഇതിന് പവർ കുറവാണ്. ഒരു ബത്തൊക്കെ ചെറുതായിട്ട് ചീന്തിയാണ്ട് ഇതിലിട്ട് ഒരു ലേശം ഫുള്ളായാണ്ട് ഇവിടെ ഇങ്ങനെ ബത്തൊക്കെ ഏകദേശം ഫുള്ളായിക്കാണ്ട് ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ബ്ലേഡ് ബ്ലോക്കായി, കറങ്ങണില്ല, റൊട്ടേറ്റ് ചെയ്യണില്ല. പിന്നെ അതിന് 2-3 ബത്തൊക്കെ എടുത്തുകാണ്ട് കുറച്ച് ഇങ്ങനെ ചെരിച്ച് കൊടുത്തിക്കാണ്ട് അടിച്ചപ്പോഴാണ് ഇതൊന്നും റൊട്ടേറ്റ് ആയത് ബ്ലേഡ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിക്കാണ്ടൊക്കെയാണ് ഇതായത്. വലിയ പവറൊന്നുമില്ല. ഞാൻ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കേണ്ടി വരും. കുടിച്ചോക്കട്ടെ മട്ടന്ന്.